ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇൻ്റെ ഉസ്താദ് എന്ന കാഴ്ചപ്പാടില്ല. ഇൻ്റെ ഉസ്താദ് എന്ന ഒരാളില്ല. അത് വലിയ പ്രശ്നമാണല്ലോ. ഒരു ഇൻ്റെ ഉസ്താദ് പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പം എനിക്ക് നല്ല പ്രായം ചെന്ന് മരണപ്പെട്ട ഒരു കുഞ്ഞാലനാച്ചി എന്ന് പറഞ്ഞ ഒരാളെ പരിചയമുണ്ട്. മൂപ്പര് മരിക്കണത് വരെ മൂപ്പര ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കുന്നത്തള്ളിയിലെ മഹമൂലിയർ പറഞ്ഞ ആളാണ് മൂപ്പര ഉസ്താദ്. എന്ത് വിഷയം പറഞ്ഞാലും പറയും കുന്നത്തള്ളിയിലെ മഹമൂലിയർ ഇങ്ങനെയല്ല പറഞ്ഞത് പറയും. അതാണ് എൻ്റെ ഉസ്താദ് എന്ന ബോധം പുതിയ തലമുറക്കില്ല. എന്നാൽ എല്ലാവരും ഉസ്താദ്മാരല്ലേ? ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 8ാം ക്ലാസ്സിൽ ആരെയെ പഠിപ്പിച്ചു എന്ന് വെച്ചാൽ കണ്ണടച്ചാൾ അറിയും എന്നെ. ഇൻ്റെ ഉസ്താദ് ഇല്ല. ഇൻ്റെ ഉസ്താദ് എന്നിട്ട് ഒരാളില്ലാതായി. അത് വലിയൊരു വിഷയം തന്നെയാണ്. അതുണ്ടാവണം. പഴയ തലമുറക്കുണ്ട്. ഏത് കന്നൂട്ടുകാരനാണെങ്കിലും ഒരു ഫത്തുൽ മുഈൻ 10 പേജ് ഓതാത്ത ആരും പഴയ തലമുറയിലില്ല. ഓർക്കൊരു ഇൻ്റെ ഉസ്താദും ഉണ്ടാവും. ഏത് തെങ്ങമ്മക്കാരൻ ആളാണെങ്കിലും റിയാദുസ് സാലിഹിൽ കുറച്ച് ഹദീസ് ഓതാത്ത ആരും ഉണ്ടാവില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു 5ലെ സർട്ടിഫിക്കറ്റും ഒരു 7ലെ സർട്ടിഫിക്കറ്റും. മയ്യത്ത് നിസ്കാരത്തിന് 4ാമത്തെ തക്ബീർ കഴിഞ്ഞ് എന്താന്ന് ഓർമ്മയില്ല എന്ന് മാത്രം. പഴയ തലമുറക്ക് ആ പ്രശ്നമില്ല. എന്താ കാരണം? ഇൻ്റെ ഉസ്താദ് ഉണ്ട്. തെറ്റിയെ പോയി ചോദിക്കാൻ പറ്റും. യാസീൻ ഓതുമ്പോൾ കാണാൻ പൊട്ടി തിരിച്ചമായിട്ട് തുടങ്ങിയോട് തന്നെ ഇൻ്റെ ഉസ്താദ് ഉണ്ടെങ്കിൽ ചെവിക്കിന് പിടിച്ച് തിരുമ്പോ. അതില്ല. അതന്നെ പ്രശ്നം. യാസീൻ ഓതാൻ കഴിയൂല. മൊബൈലില്ലെങ്കിൽ കാണായിരുന്നു യാസീൻ. തീർന്നിട്ടൂല. അതന്നെ യാസീനോട് തീരണ്ടേ. കുറച്ചനെ കഴിഞ്ഞാൽ കാണാൻ വായത്തുൽ അറുതുൽ മൈത്തത്തും കണ്ടന്നെ. പിന്നെ ദേശമൊക്കെ ഒന്നാണ്ട് ജീവൻ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ വായത്തുൽ അറുതുൽ മൈത്ത് ഇങ്ങോട്ടന്നെ. ഇൻ്റെ ഉസ്താദ് ഉണ്ടെങ്കിലോ ചെവിയുടെ കുന്നിക്കിന് പിടിക്കും. അതന്നെ. ആ സാധനമല്ല. അപ്പം അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം എത്ര വളർന്നാലും ഒരു കുഴപ്പമില്ല. വളരെ നല്ലതാണ്. ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ചുള്ള സംശയങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആ സംശയങ്ങൾ അപ്പപ്പോൾ തീർക്കാൻ പറ്റിയ ആളുണ്ടായിരിക്കണം. അതാണ് ഇൽമിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത്. പറഞ്ഞതിൻ്റെ മറുപടി പറയാം. പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞാല് പിന്നെ ആദ്യം നമ്മൾ എന്തുവാണെന്ന് വെച്ചാൽ ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും, ഇതൊരു പൊതുവായ തത്വമാണ്. ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും മറ്റെവിടേക്കും പോകുന്നതിന് മുമ്പ് ആ ഹദീസ് ഏതാന്ന് തന്നെ പരിശോധിക്കണം. ഫസ്റ്റ് അതാ വേണ്ടേ. എന്നിട്ടാണ് തത്തുല്യമായ ഹദീസുകളും അതിനെക്കുറിച്ച് അയിമ്മത്തുകൾ പറഞ്ഞ അഭിപ്രായങ്ങളും അങ്ങനെ പോകേണ്ടത്. ഈ ഹദീസ് ഏതാന്ന് ആദ്യം പരിശോധിക്കുക. ഇതെന്താ സംഭവിച്ചാൽ വളരെ സ്വഹീഹായ ഹദീസാണ്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാര്യയോട് ചോദിച്ചു, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അതിൽ ഭാര്യ പറഞ്ഞു, നബിയെ ഇവിടെ കഴിക്കാൻ പറ്റിയ ഒന്നുമില്ല. ഒന്നുമില്ലേന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി ഉണ്ട് പറഞ്ഞു. ഇന്നലത്തെ ഉണക്കി സൂക്ഷിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണതിന് പകരം ഉണക്കി സൂക്ഷിക്കും. ഉണങ്ങിയ റൊട്ടി ഉണ്ട് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടി നല്ല പിന്നെ തിന്നാൻ പറ്റിയ സാധനമല്ല, കൊണ്ടുവരാറുണ്ട്. ഇതിക്ക് കൂട്ടാൻ തരുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ കൂട്ടാൻ ഒന്നുമില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുർക്കുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ കൊണ്ടുവരിക പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? വേറൊന്നുമില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ സംഗതി അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എത്രയാണ്? വേറെ ഒന്നുമില്ലെങ്കിൽ സുർക്ക. അപ്പൊ പെരയിൽ എപ്പോഴും സുർക്ക കുറച്ചുണ്ടായാൽ നല്ലതാണ്. വേറെ കൂട്ടാനൊന്നുമില്ലെങ്കിൽ അച്ചാറ് തൊട്ടുകൂട്ടാൻ പറ്റും എന്നല്ലേ അതിന് കിട്ടണുള്ളൂ. ഇതാർക്കേ മനസ്സിലാവുള്ളൂ? സുർക്കൊണ്ട് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായ ആൾക്ക്. ഭൗതിക വിജ്ഞാനം വളരുമ്പോൾ സംശയങ്ങൾ കൂടും. അതുകൊണ്ട് ആത്മീയ വിജ്ഞാനത്തിന്റെ ടച്ച് വിടാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് മദ്രസയിലാണല്ലോ. ഇവിടുത്തെ 1ാം ക്ലാസ്സിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഒരു 40 കുട്ടികൾ എന്തായാലും ഉണ്ടായിരിക്കും. ഇവിടെ 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ മിക്കവാറും +2 ഉണ്ടെങ്കിൽ എന്തായാലും 4 കുട്ടികളാണ് +2 ഉണ്ടാകുക. എൻ്റെ ഒരു ധാരണ പറയട്ടെ. ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണ് സ്വതവേ ഉണ്ടാകുക. കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ഇല്ല. പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇത്രയും, ഇപ്പം ഇല്ല. കേരളത്തിൽ കുട്ടികളെ മരണം വളരെയധികം കുറവാണ്. മരിച്ചു പോയതല്ല. പിന്നെന്തന്നെയാണ്? വേണ്ടാന്ന് വെച്ചതന്നെയാണ്. 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ കുറേ ആൾക്കാർ വേണ്ടാന്ന് വെച്ചു. 7ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഇനി ഏതായാലും വേണ്ട വെച്ചു. 10ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അപ്പോൾ വലിയ കുട്ടിയായി, ഇനി എന്തായാലും വേണ്ടാന്ന് തീരുമാനിച്ചു. വലിയ കുട്ടിയാവുമ്പോഴാണ് സംശയം കൂടുക. അപ്പത്തിന് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്.
നമ്മളെ മലബാർ ഏരിയയിലൊക്കെ മുമ്പ് ഈ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണിയും കുപ്പായും കിട്ടുമായിരുന്നു. ഇപ്പം കിട്ടലില്ല, മുമ്പ് കിട്ടിയിരുന്നു. ആ തുണിയും കുപ്പായം ആർക്കേ കിട്ടുള്ളൂ അറിയോ? ഒരു 8ാം ക്ലാസ്സിന് മേലെ പഠിപ്പിച്ച ഉസ്താദ്മാർക്കേ കിട്ടുള്ളൂ. എന്താ കാരണം? അതിനെയാണ് ഉസ്താദായി പരിഗണിക്കുന്നുള്ളൂ എന്നതാണ് കാരണം. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ആൾക്കാരോട് നിങ്ങളെ ഉസ്താദിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ച ഉസ്താദിൻ്റെ പേര് പറയാനേ കഴിയുള്ളൂ. എന്താ കാരണം? അപ്പോഴാണ് ഞാൻ ഈ പഠിക്കണത് എനിക്കാണെന്ന് തോന്നുക. അപ്പോൾ അതിന് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5ലെ സർട്ടിഫിക്കറ്റും ഒന്ന് 7ലെ സർട്ടിഫിക്കറ്റും. അത് റബീഉൽ അവ്വൽ 12-ന് ഉസ്താദ്മാർ ഫ്രെയിം ചെയ്തിട്ടുണ്ട് തരും. കൊണ്ടുപോയാണ് തൂക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. ഇതാണ് സംഭവം. ഇൽമ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം വളരണം. അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വായന അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. ഇന്ന് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും പഠനം നിർത്തിയ കുഴപ്പമൊന്നുമില്ല. 3ാം ക്ലാസ് മദ്രസയിൽ പോയി, 3ാം ക്ലാസ് സ്കൂളിലും പോയി. അങ്ങനെ ഓന് മടാളെ വെച്ച് ഇങ്ങനെ പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ്. പൊന്ത വെട്ടാൻ പോയിട്ട് തൊടുക്ക് പൊന്ത വെട്ടാൻ പോയിട്ട് മടാളും കയ്യെ പിടിച്ചിട്ട് പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓനോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എടോ നീ എവിടെന്നാ വരുന്നത്? ഞാൻ പൊന്ത വെട്ടി വരികയാണ്. അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചു. 3ാം ക്ലാസ് മദ്രസയും 3ാം ക്ലാസ് സ്കൂളും. ഓൻ്റെ അടുത്തുള്ള ആ മടാൾ ഇങ്ങോട്ട് നേരെ പിടിച്ചിട്ട് ദേശം അടുത്തേക്ക് പോവാ, തെളിവ് ഞാനൊക്കെ ഇപ്പം പറഞ്ഞുതരാൻ അറിയും. ഓൻ്റെ ഈമാൻ പോവില്ല. വിവരമില്ലാത്തവൻ്റെ ഈമാനല്ല പോയത്, ഈമാൻ പോണത് വിവരമുള്ളവൻ്റെയാണ്. എന്തേ കാരണം? ഇൽമിൻ്റെ സംരക്ഷണം നടക്കാതെ പോയി. ഇൽമിൻ്റെ സംരക്ഷണം എന്നാൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിൻ്റെ വളർച്ച ഇല്ലാതെ പോയതാണ്. അപ്പോൾ 1 ഈമാൻ്റെ സംരക്ഷണം, 2 ഇൽമിൻ്റെ സംരക്ഷണം, 3ാമത്തേത് ശരീരത്തിൻ്റെ സംരക്ഷണം. മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ്. ശരീരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യക്കാരിൽ പെട്ട തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ്. വൃത്തി മാതാപിതാക്കൾ പഠിപ്പിക്കണം. എന്നാൽ വസ്വാസോട്ടാകാനും പറ്റൂല. വൃത്തി എന്നും പറഞ്ഞുകൊണ്ട് ടാങ്കിത്തെ വെള്ളം മൊത്തം കഴിഞ്ഞ് കുളിച്ചപ്പോൾ അത് പറ്റൂല. അത് വസ്വാസം, അത് വൃത്തിയല്ല. അതേസമയത്ത് വൃത്തി മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കണം. എങ്ങനെ വൃത്തി പഠിപ്പിക്കുക? വൃത്തി പഠിപ്പിക്കാനുള്ള ഏറ്റവും ഷോർട്ടായ മെത്തേഡ് ചെരിപ്പ് വൃത്തിയാക്കാൻ പഠിപ്പിക്കലാണ്. ചെരിപ്പ് വൃത്തി ഉണ്ടെങ്കിൽ കാല് വൃത്തി ഉണ്ടായിരിക്കും, കാല് വൃത്തി ഉണ്ടെങ്കിൽ ശരീരം വൃത്തി ഉണ്ടായിരിക്കും. ചെരിപ്പ് വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ് ഏറ്റവും ഷോർട്ടായ വഴി. അപ്പം ശരീരത്തിൻ്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാക്കാൻ പഠിപ്പിക്കുക എന്നതാണ്. ഇപ്പം ആരും താഴത്തേക്ക് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി.